ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് 42 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള 29 ഇഞ്ച് ഇറക്കമുള്ള ഒരു ജെൻസിന്റെ ഷർട്ട് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുണി വിരിക്കുന്ന രീതിയാണെന്ന് പറയാം. ഇതിന് വൺ സൈഡ് ഡിസൈൻ ഉള്ളതും ഒരു സൈഡ് ഡിസൈൻ ഇല്ലാത്തതുമാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇല്ലാത്ത പ്ലെയിനായ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഈ ലൈൻ വരച്ചിരിക്കുന്നത് ഇതൊരു 1.25 ഇഞ്ച് വീതിയിൽ ഞാനിങ്ങനെ ഒരു സൈഡിൽ ഞാനിങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1.25 ഇഞ്ച് വീതിയുള്ള ഈ പീസ് നമ്മളിങ്ങനെ രണ്ടായി മടക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് ബട്ടൺസ് വെക്കണം. ഇത് ബട്ടൺ വയ്ക്കുന്ന പടിയാണ്. അപ്പോൾ ഇങ്ങനെ മടക്കി അടിച്ചതിൽ ബട്ടൺ വയ്ക്കും. ഈ താഴെയുള്ള പടിയാണ് ബട്ടൺ ഹോളുള്ള പടി. അപ്പോൾ ആ ബട്ടൺ ഹോളുള്ള പടിയിൽ 1.25 ഇഞ്ച് വീതിയുള്ള സ്പ്രേ ഒട്ടിച്ചിട്ടാണ് ഈ പടി അടിക്കണേ. അപ്പോൾ 1.25 ഇഞ്ച് വീതിയുള്ള സ്പ്രേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വൺ സൈഡ് ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം, ഇവിടുന്ന് 1/4 ഇഞ്ച് നിർത്തി കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ സ്പ്രേ ഒട്ടിച്ച് വെച്ചടിക്കാനായിട്ട്. അപ്പോൾ അതിന് ഞാനിവിടെ 2.5 ഇഞ്ച് ആ ബട്ടൺ ഹോൾ അടിക്കാനുള്ള പടിക്ക് 2.5 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിൽ നിന്ന് 2.5 ഇഞ്ച് വീതി ബട്ടൺ ഹോൾ അടിക്കാനുള്ള പടിക്കും 1.25 ഇഞ്ച് വീതി ബട്ടൺ വയ്ക്കാനുള്ള പടിക്കും. അപ്പോൾ അത് തുണിയുടെ അകത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇറക്കം 29.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 29.5 ഇഞ്ച് ഇറക്കം വെച്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ തയ്യൽ തുമ്പും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് 29 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാനിതിൻ്റെ ആ ലൈൻ ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ഇറക്കം ഞാൻ മാർക്ക് ചെയ്ത ആ ലൈൻ ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം കേട്ടോ. ആ ലൈൻ ഇങ്ങനെ നേരെ വരച്ചു. ആ ലൈനിലാണ് നമ്മൾ ഇനി ഷോൾഡറും കഴുത്തിൻ്റെ വീതിയും മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഷോൾഡർ 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10.5 ഇഞ്ച് ഈ ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 21ൻ്റെ പകുതി 10.5 ഇഞ്ച്, അതിനോട് 1/4 ഇഞ്ചും പോയിന്റ് തയ്യൽ തുമ്പ്. അപ്പോൾ 10.25 പോയിന്റും 10.5 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി 10.5 ഇഞ്ച് 1/4 ഇഞ്ചും പോയിന്റും തയ്യൽ തുമ്പ്, അങ്ങനെ 10.25 പോയിന്റും. ഇനി ഇതിനെ ഇവിടെ ഈ ലൈനിൽ തന്നെ വലത്തോട്ട് നമ്മൾ കഴുത്തിൻ്റെ 5-1 മാർക്ക് ചെയ്യണം. അപ്പോൾ കഴുത്ത് 16 ഇഞ്ച്, കഴുത്തിൻ്റെ 16 ഇഞ്ചിൻ്റെ 5-1 I3 15ഉം I4 1.25. അപ്പോൾ അതിൽ 1/4 ഇഞ്ച് കുറച്ച് 3 ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് വരുമ്പോൾ അതിൻ്റെ വീതി ശരിയാവും. താഴേക്ക് അതിൻ്റെ 6-1 മാർക്ക് ചെയ്യണേ. 6-1 പറയുമ്പോൾ 2.25 ഇഞ്ച്, അതായത് വലത്തോട്ട് മാർക്ക് ചെയ്യുന്ന അളവിൻ്റെ 1/2 ഇഞ്ച് കുറച്ച് താഴോട്ട് മാർക്ക് ചെയ്താൽ കഴുത്ത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ താഴോട്ട് കഴുത്ത് മാർക്ക് ചെയ്തു. അപ്പം ആ അളവും ഞാനിങ്ങനെ നേരെ വരയ്ക്കാം. അപ്പം ഇനി നമ്മൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കുന്നത് ഷോൾഡർ എത്രയാണോ അതിൻ്റെ 10-1. അപ്പം ഷോൾഡർ 21 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 10-1 എന്ന് പറയുന്നത് 2 പോയിന്റുമാണ്. അതിനോട് മാർക്ക് ചെയ്തു. 10-1 എന്ന് പറയുന്നത് 2 പോയിന്റുമാണ്. അപ്പം 2 ഇഞ്ച് ഞാനിവിടെ താഴ്ത്തി മാർക്ക് ചെയ്തു. അപ്പം അത് ഞാനിവിടെ ഈ ഷോൾഡറിൻ്റെ ലൈനും കഴുത്തിൻ്റെ ലൈനും ഞാനിങ്ങനെ മാർക്ക് ചെയ്തു. അടി ഷോൾഡറിൻ്റെ സ്ലോപ്പിലേക്ക് ഞാൻ ഈ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് കഴുത്തിൻ്റെ സ്ലോപ്പിലേക്ക് ഞാനിങ്ങനെ
വരച്ചു. ഇനി നമ്മൾ ആം ഹോൾ കർവ് ഉപയോഗിച്ച് കഴുത്തിൻ്റെ ഷേപ്പ് നമ്മൾ വരയ്ക്കണം. ഇപ്പം അങ്ങനെ ഞാൻ കഴുത്തിൻ്റെ ഷേപ്പും വരച്ചു. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/4 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് വണ്ണം 42 ഇഞ്ചാണ്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച്. 10 ഇഞ്ചിലാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യണം. അപ്പോൾ 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതും ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കുകയാണ്. അപ്പോൾ ആ ലൈനിൽ നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. ചെസ്റ്റിൻ്റെ ലൂസ് നമ്മൾ ഈ ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആം ഹോളിൻ്റെ ഇറക്കം. നമ്മൾ ഈ ലൈനിലാണ് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് ലൂസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണക്ക് ഇനി നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റ് അളവിനോട് നമ്മൾ 10 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ 4 മാർക്ക് ചെയ്യണം. അതായത് ചെസ്റ്റ് അളവ് 42 ഇഞ്ചാണ്. അതിനോട് 10 ഇഞ്ച് കൂട്ടിയിട്ട് അപ്പോൾ 52 ഇഞ്ച്. 52 ഇഞ്ചിൻ്റെ 4 എന്ന് പറയുന്നത് 13 ഇഞ്ച്. അപ്പോൾ 13 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഷോൾഡർ 10.25 പോയിന്റുമാണ്. അതും ഞാനിവിടെ ഒന്ന് താഴെ മാർക്ക് ചെയ്തത്. അത് നേരെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നേരെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് മാർക്ക് ചെയ്തേ ഉള്ളൂ. മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ആം ഹോളിൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ഈ ലൈൻ, ആം ഹോളിൻ്റെ താഴെയിട്ടുള്ള ആ ലൈൻ, അതിൻ്റെ പകുതി നമ്മൾ കണ്ടതിന് ശേഷം, അതായത് ഇപ്പോൾ 7.25 ഇഞ്ചുണ്ട്, അതിൻ്റെ പകുതി 3.25 പോയിന്റുമാണ്. അവിടെ നിന്ന് ഞാൻ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ആ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റി. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ 1/2 ഇഞ്ചിലേക്ക് ഞാനിങ്ങനെ സ്കെയിൽ ഷേപ്പ് ചിരിച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ വരയ്ക്കാം. കണ്ടോ? അപ്പോൾ ഈ സെൻറ്റർ കണ്ടിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് മാറ്റി വെച്ചു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഞാനിങ്ങനെ ഇത് വരച്ചു. ഇനി അവിടെ ആം ഹോള് സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ആം ഹോൾ നമ്മൾ വരച്ചു. ചെസ്റ്റിൻ്റെ ലൂസ് നമ്മൾ മാർക്ക് ചെയ്തു, ആം ഹോൾ നമ്മൾ. അപ്പോൾ ചെസ്റ്റിൻ്റെ ലൂസ് തന്നെ നമ്മൾ ഇതിൻ്റെ ബോട്ടത്തിലും കൊടുക്കുവാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഷർട്ടിന് ഷേപ്പില്ല, സെൻറ്ററിൽ ഷേപ്പില്ല, വയറ് ഒതുക്കി വെട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെസ്റ്റിൻ്റെ അതേ ലൂസ് തന്നെ നമ്മൾ ബോട്ടത്തിലും കൊടുക്കുവാണ്. ചെസ്റ്റ് 13 ഇഞ്ചായിരുന്നു ലൂസ്. ആ 13 ഇഞ്ച് തന്നെ ഞാൻ താഴെയും കൊടുക്കുവാണ്. ഇനി അതുകൊണ്ട് ആ ലൈൻ തമ്മിൽ, ആ പോയിന്റ് തമ്മിൽ ഞാനിങ്ങനെ ഒരു ലൈൻ കൊണ്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ അത് ഞാനിങ്ങനെ ബന്ധിപ്പിച്ചു. അപ്പോൾ ഇതാണ് ഷർട്ടിൻ്റെ 2 ഫ്രണ്ട് പാർട്ട്. ഷർട്ടിൻ്റെ ഫ്രണ്ടിന് 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് ബട്ടൺ വയ്ക്കുന്ന വടിയും, ബട്ടൺ വയ്ക്കുന്ന വലതുവശത്തെ പീസും, മറ്റൊന്ന് ഇടതുവശത്തെ പീസും. അപ്പോൾ ഫ്രണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷർട്ട് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഷർട്ട് തയ്ച്ചു കൊടുക്കുന്ന അനേകരുണ്ട്. നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഷർട്ട് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഷർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ എത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ കഴുത്തിൻ്റെ ഈ മാർക്കിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് കയറി നിൽക്കത്തക്കവണ്ണം വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പടി ഇങ്ങനെ മടക്കി വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ കഴുത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് അവിടെ ഈ പീസ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കയറ്റി നമ്മൾ കെട്ടണത്. അപ്പം അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുക്കും.
നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ തുണി നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് തുണി തന്നെ വീതിയുള്ളതായതുകൊണ്ട് നമുക്ക് ആ ബാലൻസ് തുണിയിൽ നിന്ന് തന്നെ നമുക്ക് ബാക്ക് കൂടി എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടിയതിൻ്റെ ബാലൻസ് തുണിയാണിത്. ആ ബാലൻസ് തുണിയിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കും കൂടി എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൻ്റെ ലൂസ് നമ്മൾ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പം ആ 13 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക 12.25 ഇഞ്ച്. 13-ൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് 12.25 നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് തുണി ഇങ്ങനെ മടക്കിയിടുക. എന്നിട്ട് ആ 12.25 ഇഞ്ചിൽ നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിടണം. കണ്ടോ? ആ 12.25 ഇഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ തുണി മടക്കിയിടുക. ഫ്രണ്ട് 13 ആയിരുന്നു, ബാക്കി 12.25 ഇഞ്ച്, 3/4 ഇഞ്ച് കുറച്ച്. അങ്ങനെ നമ്മൾ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ബട്ടൺ വയ്ക്കുന്ന പടിയുണ്ടല്ലോ, ആ പീസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കണം. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, മാർക്ക് ചെയ്ത ഫ്രണ്ട് പീസ്, ആ ഫ്രണ്ട് പീസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കണം. മുകളിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പീസിനേക്കാൾ 3/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ബാക്കിന് തുണി മടക്കിയിട്ടത്. അപ്പം ആ 3/4 ഇഞ്ച് നമ്മൾ 3/4 ഇഞ്ച് കുറച്ചാണ് ബാക്കിൽ നമ്മൾ തുണി മടക്കിയിട്ടത്. അപ്പം ആ 3/4 ഇഞ്ച് നമ്മളിവിടെ ഫ്രണ്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അല്ലെങ്കിൽ 3/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ബാക്കി വെട്ടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടൺ വയ്ക്കുമ്പോൾ 2 പടികൾ തമ്മിലിങ്ങനെ മേലേക്ക് മേലെ വരും. അപ്പോൾ അതിന് ശേഷം അവിടെയാണ് അങ്ങനെ ബട്ടൺസ് ഇട്ട് കഴിയുമ്പോൾ 2 പടികളും ഇങ്ങനെ മേലേക്ക് മേലെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റ് ആവണമെങ്കിൽ ഈ 3/4 ഇഞ്ച് നമ്മൾ തള്ളിയിടണം. ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുത്തേക്കണം. ഈ പോയിന്റിൽ, ആ പോയിന്റിലേക്ക് നമ്മൾ നേരെ വരയ്ക്കണം. ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്ത ആ ലൈന്. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 21 ഇഞ്ച് ഷോൾഡർ, അതിൻ്റെ പകുതി 10.5 ഇഞ്ച്. ബാക്കിൽ നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കുന്നില്ല. അതിൻ്റെ കാരണം ഷോൾഡറിൽ നമുക്ക് ബാക്കിൽ അരയിഞ്ച് ഷേപ്പ് വരുന്നത് കൊണ്ട് ബാക്കിൽ നമ്മൾ ഷോൾഡർ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ കൃത്യം പകുതി നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മളൊരു 1/4 ഇഞ്ച് നമ്മൾ താഴേക്ക് താഴ്ത്തി വരയ്ക്കണം. 1/4 ഇഞ്ച് നമ്മൾ താഴ്ത്തി വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ 10.5 ഇഞ്ചിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ഒരു 5.25 ഇഞ്ച്, ആ 5.25 ഇഞ്ചിലേക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ ഈ 1/4 ഇഞ്ച് താഴ്ത്തി വരച്ചുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഈ പകുതിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കും. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കും. അതിനുശേഷം നമ്മളിതിങ്ങനെ ഒപ്പം വയ്ക്കുന്നു. ശേഷം നമ്മളിതിങ്ങനെ നേരെ ഇങ്ങനെ ആ ബാക്കിലെ ആം ഹോൾ നമ്മളിങ്ങനെ നേരെ കട്ട് ചെയ്തെടുക്കണം. ബാക്കിലെ ആം ഹോൾ നമ്മൾ ഇങ്ങനെ വരച്ച് ആം ഹോൾ കർവ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് കൊടുക്കാം. അങ്ങനെ ആ ഷേപ്പിൽ നമ്മളിങ്ങനെ
ആംഹോൾ കർവ് കൊണ്ട് നമുക്ക് ഷേപ്പ് കൊടുക്കാം. അങ്ങനെ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ബാക്കിന് ഇത്രയേ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ബാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അറിയാം, അതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അതിൻ്റെ അടിവശം ഇതാണ് അതിൻ്റെ അടിവശം. ഈ അടിവശം നമ്മളൊരു ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഷേപ്പിൽ നമ്മൾ എടുത്ത് കളയണം. ബാക്കി ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഷേപ്പിൽ നമ്മളിങ്ങനെ എടുത്ത് കളയണം. ഇങ്ങനെ നമ്മൾ അല്പം ചെരിച്ച് ഇങ്ങനെ എടുത്ത് കളയണം. ഒരു 1/4 ഇഞ്ചോ 1/4 ഇഞ്ച് പോയിന്റോ ഷേപ്പിൽ നമ്മളിങ്ങനെ എടുത്ത് കളയുക. അപ്പം അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തു. പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ബോഡിയുടെ ആംഹോൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ആംഹോൾ മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഈ ആംഹോളിൻ്റെ അളവ് അറിയുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 നിന്ന് നമ്മൾ അല്പം പോലും കുറയ്ക്കാതെ, അതായത് ആംഹോളിന് വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് കുറച്ചു, പക്ഷെ ഇവിടെ നമ്മൾ കുറയ്ക്കുന്നില്ല. അത് കറക്റ്റ് 4/1. ആ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ആ വീതിക്ക് നമ്മളിങ്ങനെ തുണി മടക്കിയിടുക. കേട്ടോ, അങ്ങനെ ആ 4/1 വീതിക്ക് നമ്മളിങ്ങനെ തുണി മടക്കിയിടുക. അങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കൃത്യം 4/1 നമ്മൾ മാർക്ക് ചെയ്തേക്കണ ആ ലൈൻ ഇതാണ് ആ ലൈൻ. അപ്പോൾ ആ ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, 1 ഇഞ്ച് ഈ ലൈനിൽ നമ്മൾ 1 ഇഞ്ച് ടേപ്പ് ഇങ്ങനെ ചെരിച്ചു വെക്കണം. അപ്പോൾ 10.5 ഇഞ്ചാണ് നമുക്ക് അവിടെ കിട്ടിയെങ്കിൽ നമ്മൾ 11.5 ഇഞ്ച് നമ്മളിങ്ങനെ ചെരിച്ചു വെക്കണം. ഇവിടെ തയ്യൽ തുമ്മിൻ്റെ അവിടെ നമ്മൾ 11.5 ഇഞ്ച്, ഇവിടെ കൈയുടെ മൂള് വശം. അപ്പോൾ അവിടെ നമ്മൾ 11.5 ഇഞ്ച് ഇട്ടാന്നൊക്കെ ടേപ്പ് ഇങ്ങനെ ചെരിച്ചു വെക്കുക. ഉണ്ടോ, ആ ലൈനിലേക്ക് ഇങ്ങനെ ടേപ്പ് ചെരിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് കൈക്കുഴിയുടെ ഇറക്കം കേട്ടോ. സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഇറക്കമാണ് ഇപ്പം ഈ ഭാഗം. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതാണ് കൈക്കുഴിയുടെ ഷേപ്പ് കേട്ടോ. കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയണത് ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണേ, ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയണത് 5.25 ഇഞ്ചാണ്. അപ്പോൾ ആ 5.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 5.25 ഇഞ്ച്. ആ 5.25 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് ഷേപ്പ് കൊടുക്കും. രണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ആ 1 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ കൈയുടെ ഷേപ്പ്, കൈക്കുഴിയുടെ ഷേപ്പ്. ഇനി നമുക്ക് അതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. 22 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടണം. അപ്പോൾ 21 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ആ 21 ആ ലൈനിൽ ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കാം. ശേഷം നമ്മൾ കൈയുടെ മുൻകൈയുടെ വണ്ണം, അതായത് കൈയുടെ പടിയുടെ ആ ഭാഗത്തെ വണ്ണം, ഈ കൈയുടെ ഈ ഭാഗത്തെ വണ്ണം, ആ വണ്ണം അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 11 ഇഞ്ച് കിട്ടണം. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകണം. അപ്പം 3/4 ഇഞ്ച് നമുക്ക് 2 സൈഡിലും തയ്യൽ തുമ്പായിട്ട് പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 1 ഇഞ്ച് വണ്ണത്തേക്കാൾ 1 ഇഞ്ച് നമ്മൾ ഇത് കൂട്ടിയിടും.
അപ്പോൾ അത് 5.5 ഇഞ്ച് ഇടുന്നതിന് നമ്മൾ 6.5 ഇഞ്ച്. അതിനുശേഷം നമ്മുടെ ഈ മസലിൻ്റെ ഇവിടുത്തെ വണ്ണം 16 ഇഞ്ചാണ്. 16 നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ 17 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ 17 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ സ്കെയിൽ ഉപയോഗിച്ചാണ് കേട്ടോ കൈ കട്ട് ചെയ്യുന്നത്. കൈക്ക് ഷേപ്പ് കൊടുക്കുന്നത് ഈ സ്കെയിൽ ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ തിരിച്ചു വെച്ചാണോ ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ തിരിച്ചു വെച്ചാണ് ഷേപ്പ് കൊടുക്കണം. ഇവിടെ നമ്മൾ സ്കെയിലിൻ്റെ ഈ ഷേപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് സ്കെയിൽ ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുത്തെ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് നമ്മൾ ഈ മുൻകൈ ഇങ്ങനെ ചെരിച്ച് കൊടുക്കണം കേട്ടോ. 1/4 ഇഞ്ച് മുൻകൈ ഇങ്ങനെ ചെരിച്ച് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ തച്ച് ഇട്ട് വരുമ്പോൾ അത് കറക്റ്റ് നേരെ വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 ഇഞ്ച് നമ്മളിങ്ങനെ ചെരിച്ചു കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ഷേപ്പ് സ്കെയിലിന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. ഇങ്ങനെ 1/4 ഇഞ്ച് ചെരിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് തച്ച് കഴിഞ്ഞ് ഇട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കൈ കുഴിച്ച് നമ്മൾ കട്ട് ചെയ്യും ഫ്രണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മടക്കുക. ബാക്ക് സൈഡാണ് കേട്ടോ, കൈയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ മടക്കുക. എന്നിട്ട് നമ്മളൊരു 5.5 ഇഞ്ച് നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഒരു 5.5 ഇഞ്ച് നമ്മൾ ഓപ്പൺ കൊടുക്കുക. അവിടെയാണ് നമുക്ക് പടി പിടിപ്പിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഓപ്പൺ കൊടുക്കുക. അത് കൈയുടെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഫ്രണ്ട് ഇതാണ്, ബാക്ക് അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തു. ഷോൾഡർ പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ഷോൾഡറിൻ്റെ പകുതിയിലോ 1/2 ഇഞ്ച് കൂട്ടി നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ പകുതി 10.5 ഇഞ്ചാണ്. അതിനോട് 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ച്. ഇപ്പം ഇവിടെ ഷോൾഡറിൻ്റെ വീതി വണ്ണത്തിൻ്റെ 7/1 അപ്പോൾ ആ 7/1 കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ തുണി ഇങ്ങനെ മടക്കിയിടുക. വണ്ണത്തിൻ്റെ 7/1, ചെസ്റ്റ് വണ്ണത്തിൻ്റെ 7/1 ഷോൾഡറിൻ്റെ വീതി. ആ വീതി കണക്ക് കൂട്ടി, ആ വീതി എത്രയാണോ അത് കണക്ക് കൂട്ടി നമ്മളിങ്ങനെ തുണി മടക്കിയിടുക. അതിനുശേഷം നമ്മൾ ഈ 10.5 ഷോൾഡറിൻ്റെ പകുതിയോട് 1/2 ഇഞ്ച് തലത്തുമ്പ് കൂട്ടി മാർക്ക് ചെയ്ത് ഈ മാർക്കുണ്ടല്ലോ, ഈ മാർക്കിൽ നമ്മളിങ്ങനെ തുണിയെ ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ മടക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടുക.
അപ്പോൾ ഇതിൻ്റെ വണ്ണത്തിൻ്റെ 7/1, അപ്പോൾ അതായത് 6 ഇഞ്ച് വീതി. 6 ഇഞ്ച് വീതിക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളത് നേരെ വരയ്ക്കാം. എന്നിട്ട് ആ ലൈനിൽ നമ്മൾ കഴുത്തിൻ്റെ 5/1, അതായത് നമ്മൾ ഫ്രണ്ട് ബോഡി വഴിക്ക് വെട്ടിയപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ കഴുത്തിൻ്റെ 5/1 വലത്തോട്ട് മാർക്ക് ചെയ്യുക. താഴേക്ക് നമ്മൾ കഴുത്തിൻ്റെ 6/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ബോഡിയിൽ മാർക്ക് ചെയ്തപ്പോൾ താഴേക്ക് നമ്മൾ 2.25 ഇഞ്ച് ചെയ്ത്, അപ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ചാണ് നമ്മളിപ്പോൾ താഴേക്ക് മാർക്ക് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ സ്ക്വയറായിട്ട് വരയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പകുതി 10.5 ഇഞ്ച്, ഷോൾഡറിൻ്റെ പകുതി 10.5 ഇഞ്ച്, 21 ഇഞ്ച് ഷോൾഡർ, അതിൻ്റെ പകുതി 10.5 ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 1/2 ഇഞ്ച് ചെരിച്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കഴുത്തിൻ്റെ അകലം ഉണ്ടല്ലോ, ഈ കഴുത്തിൻ്റെ ഇറക്കം കഴിഞ്ഞിട്ട് ഈ വീതി എത്രയുണ്ടോ അത്രയും വീതിക്കാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഇത് 3.25 ഇഞ്ചുണ്ട്, ആ 3.25 ഇഞ്ചിന് നമ്മളിവിടെ താഴെ നിന്ന് 3.25 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. 3.25 ഇഞ്ച്. എന്നിട്ട് ആ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത് 1/4 ഇഞ്ച് പോയിന്റ് വേണമെങ്കിൽ അത്രയും, 1/2 ഇഞ്ചെങ്കിൽ 1/2 ഇഞ്ച് അത് കൂട്ടി നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് നമ്മളിവിടെ ഈ ലൈനും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കും. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് കഴുത്തിൻ്റെ ഈ പോയിന്റിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കും. കണ്ടോ, ആ പോയിന്റിൽ നിന്ന് കഴുത്തിൻ്റെ പോയിന്റിലേക്ക്, ഈ പോയിന്റിൽ നിന്ന് കഴുത്തിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടേ നമ്മൾ ഈ സ്ലോപ്പ് ശരിയാണോ എന്ന് നോക്കണം. കണ്ടോ, ഈ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ മാർക്ക് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ വെക്കുന്നു, അതിനുശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഫ്രണ്ട് പീസ് ഒപ്പം വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ ഇതിനെ ഷേപ്പ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഷോൾഡർ പീസ് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 തുമ്പും ഇങ്ങനെ ഒപ്പം വെച്ച് നോക്കണം. അതായത് ഈ എൻഡിൽ നമ്മളിങ്ങനെ ഈ എൻഡിലേക്ക് നമ്മളിങ്ങനെ വെച്ച് നോക്കുക, ഇതിങ്ങനെ മടക്കി വയ്ക്കുക. അതിനുശേഷം ഈ തയ്യൽ തുമ്പിൻ്റെ വീതി കഴിച്ച് മുമ്പ് മുകളിലത്തെ ഇങ്ങനെ വെക്കുക. അപ്പം ഇതാണ് നമുക്ക് തയ്യൽ തുമ്പുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കൂടുതലുണ്ടെങ്കിൽ, ഇതിനേക്കാൾ ഇത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് കട്ട് ചെയ്ത് കളയണം. അപ്പം അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കളയണം. അപ്പം ഇങ്ങനെയാണ് ഷോൾഡർ പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററൊക്കെ നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തണം. അപ്പം അങ്ങനെയാണ് ഷോൾഡർ പീസ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കോളറും കൈപ്പടിയും നമ്മൾ സ്പ്രേയിലാണ് വെട്ടിയെടുക്കുന്നത്. അതിനുശേഷം അത് തുണിയിൽ വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അത് തുണിയന്തി മുറിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.